മൈ ഡിയേഴ്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ശാന്തസുന്ദരമായ സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ നമ്മളിന്ന് തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എണീറ്റത്. അപ്പം ചേട്ടൻ താഴെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, മക്കൾ രണ്ടുപേരും കൂടെ എൻ്റെ കീഴെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നല്ല സന്തോഷമായിട്ട് തന്നെ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ കാപ്പി ഇടുവാണ് കേട്ടോ. എനിക്ക് കാപ്പി കുടിക്കണം എന്നൊരിതാണ്. രാവിലെ എണീറ്റ് വന്ന ഉടനെ കാപ്പി കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് ഛർദ്ദിക്കാനൊക്കെയുള്ളൊരു ഇതാണ്. അപ്പം വർഷങ്ങളായിട്ടുള്ള ശീലമായതുകൊണ്ടത് മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ കാപ്പിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ചോറ് തിളപ്പിച്ച് ഊറ്റിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് വെളിയിൽ വെച്ച് കുറച്ച് തണുപ്പ് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് പിന്നെ അങ്ങ് വെള്ളം ഒഴിച്ചെടുത്തു. അപ്പം അതേ ഞാൻ ചായപ്പിൽ പോയിട്ട് തീ പിടിപ്പിക്കുകയാണ്. അപ്പോൾ ശകലം മണ്ണെണ്ണ ഒഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബുമ്മെന്നും പറഞ്ഞൊരു കത്തലായിരുന്നു. ചായപ്പും ഞാനും ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. വരെ കത്തിച്ചേനെ. ഇപ്പോൾ കത്തിച്ചിട്ട് കത്തുന്നില്ലെന്നേ. അപ്പം ഞാൻ പേരിന് മാത്രം ഒഴിച്ചുള്ളൂ, പക്ഷേ ഭയങ്കര ഇതാണല്ലോ, ബുമ്മെന്നും പറഞ്ഞ് കത്തിപ്പോയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കലം വെച്ചു. ചെറിയ കലമായിരുന്നുകൊണ്ട് ഒരുപാട് തീ വന്നതുകൊണ്ട് കയ്യിൽ ചെറുതായിട്ട് ഒരു ചൂട് തട്ടി. അപ്പോൾ തന്നെ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞത്തേക്ക് ഞാൻ വന്നപ്പോഴത്തേനും വില്ലന്മാർ രണ്ടുപേരും കൂടെ ജനലിൽ കൂടെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ചായ വേണമെന്ന് സിദ്ധാർത്ഥ എണീറ്റ് വന്നപ്പോഴേ പറഞ്ഞായിരുന്നു. പുള്ളിക്കൊരു മൂഡ് അനുസരിച്ചാണ് രാവിലത്തെ ചായ കുടി, അല്ലെങ്കിൽ കഴിവതും രാവിലെ ചായ കുടിക്കാറില്ല. അപ്പോൾ ഞാൻ ഇളയാൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പാല് പഞ്ചസാരയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അവന് ചായ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനത് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പുട്ടാണ് കേട്ടോ. ഗോതമ്പും നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പുട്ടാണ് നമുക്ക് ഇന്ന്, ചിരട്ടപ്പുട്ട്. അപ്പോൾ അവന് ഇത് കറി ആയിട്ട് കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് പാലൊഴിച്ച് കൊടുത്താൽ അവൻ കഴിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പാൽ അവനെടുത്തത്. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ ചിരട്ടപ്പുട്ടിൻ്റെ സംഭവം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടും ഇഷ്ടം നമ്മുടെ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറെ സാധനം കിട്ടും. ഇതാകുമ്പോൾ ഇച്ചിരി ചിരട്ട വലുപ്പത്തിൽ, അതാകുമ്പോൾ ഇച്ചിരി ഏറെ ഉണ്ടാകുമല്ലോ, കുറേ പ്രാവശ്യം ഉണ്ടാക്കുക വേണ്ട. അപ്പോൾ അതുകൊണ്ട് അമ്മൂമ്മയുടെ കൂടി ഇരുന്നവൻ എന്തോ പരിപാടിയൊക്കെയാണ്. അപ്പോഴത്തേൻ്റെ നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നായിരുന്നു. അപ്പോൾ ഞാനത് അരിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഴയ ഒത്തിരി 6 വർഷം പഴക്കമുള്ള അരിപ്പ കേട്ടോ, അതാ ഒരു കളറൊക്കെ. അപ്പോൾ അതേണ്ടത് മോനുള്ള പുട്ട് ഞാനെടുത്തു. ശകലം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പഞ്ചസാര ഇട്ട് ഇളക്കി വെച്ചിരുന്ന പാലൊഴിച്ച് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. അവൻ ഇങ്ങനെ കഴിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഒന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കൊണ്ടുവരുമ്പം അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോഴേ പുള്ളി എന്തോ ഒരു അപാകത, പുള്ളിക്ക് വേണ്ട, താല്പര്യമില്ല. പക്ഷേ എൻ്റെ ടേസ്റ്റ് അറിയില്ല, എന്ത് ഫുഡാണെന്ന് അവനറിയില്ല. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് കോരി കൊടുക്കുമ്പോഴത്തേനും പുള്ളിക്ക് വേണ്ട. പുള്ളി ഇങ്ങനെ ബാക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ വെളിയിൽ കൊണ്ടുപോയിട്ട് അതും ഇതൊക്കെ കാണിച്ചിട്ട് കോരി കൊടുത്തപ്പം എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മൊത്തം കഴിച്ച് രണ്ടാമതും കുറച്ചുകൂടെയൊക്കെ മേടിച്ച് കേട്ടോ. അപ്പോൾ ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ മഴക്കാറാണ് കേട്ടോ. മഴക്കാർ വന്ന് മൂടി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ലൈൻ കമ്പിയിലൊക്കെ ഇങ്ങനെ കിളികളൊക്കെ വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് പുള്ളി ഇങ്ങനെ രസിച്ചിരുന്ന് കഴിക്കുകയാണ്. മറ്റേ കത്രികയുടെ ഷേപ്പിലെ വാലുള്ള കിളിയുണ്ടല്ലോ, ആ കിളിയുമൊക്കെ. അപ്പോൾ അതേ ഫോണിൽ കൂടെ കണ്ടാൽ ശരിക്കും മനസ്സിലാവില്ലായിരിക്കും, പക്ഷേ നല്ല മഴക്കാറുണ്ട് കേട്ടോ. രാവിലെ തൊട്ട് മുട്ട മഴക്കാറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിദ്ധാർത്ഥ കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു കടലക്കറിയും പുട്ടുമാണ്. പുട്ട് വലിയ താല്പര്യമില്ല ഈ പുട്ടായതുകൊണ്ട്, അവന് അരിപ്പുട്ടാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഞാൻ കാർട്ടൂൺ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാർട്ടൂണിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കൊന്ന് ടീൻ ടൈറ്റനോ ഏതാണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഇറച്ചിക്കറി ഇരിപ്പുണ്ടായിരുന്നു ചൂടാക്കാനായിട്ട്. അപ്പോൾ ഞാനതെടുത്തു. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ദിവസം അതിൻ്റെ, ഇന്നും കൊണ്ട് തീരുകയാണ്. അപ്പോൾ ഇതേണ് നമ്മുടെ കടലക്കറി, നല്ല ചൂട് കടലക്കറിയാണ്. അപ്പോൾ ഇന്നത്തെ കടലക്കറി അടിപൊളിയായിരുന്നു, നല്ല കടലക്കറിയായിരുന്നു കേട്ടോ. പക്ഷേ ഇച്ചിരി എരിവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പുള്ളിക്കാരനാണെങ്കിൽ എന്തോ ഒന്നും ഞാൻ കഴിക്കാൻ കൊടുത്തു, എന്തോ ഞാൻ ഓർക്കുന്നില്ല, അതിങ്ങനെ നിലത്തിട്ട് ഏതാണ്ടൊക്കെ ചെയ്യുകയാണ്. അപ്പോഴത്തേക്കിനും ചേട്ടൻ കടയിൽ പോയിട്ട് വന്നിട്ട് മീൻ മേടിച്ചുകൊണ്ട് വന്നു. ഇത് പീസാക്കി വെട്ടിക്കൊണ്ടുവന്നത് മോതയാണ് കേട്ടോ, മറ്റേത് അയലയും. അപ്പോൾ ചേട്ടനിങ്ങനെ അയല കഴിക്കാൻ പറ്റത്തില്ല ഇപ്പം, അതുകൊണ്ട് അതാണ്. അപ്പം പുള്ളിക്കാണെങ്കിൽ ക്യാബേജ് തോരൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ പറഞ്ഞാൽ നമുക്ക് ക്യാബേജ് വെക്കാം. അപ്പോൾ അമ്മ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെല്ലാം ഇളക്കി മിക്സ് ചെയ്യുവാണ്. അപ്പോൾ അമ്മ മീൻ വെട്ടാൻ പോയ സമയത്ത് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മീനിന് ആവശ്യമുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഒരാൾ ഒരു സൈഡിൽ നിന്ന് ഒരു ജോലി ചെയ്യുമ്പോൾ അടുത്തടുത്ത പരിപാടികൾ ചെയ്തു വെച്ചാലല്ലേ കാര്യങ്ങൾ എളുപ്പത്തിൽ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുവാണ്. അപ്പം ചേട്ടൻ്റെ കൂടെ പിള്ളേർ അതുവഴിയൊക്കെ നടപ്പുണ്ട്, അച്ഛനുണ്ട്. അപ്പോൾ ഇനി എന്താണ്, മീനൊക്കെ കറി വെക്കണം. എന്നിട്ട് അമ്മ ജോലിക്ക് പോവും. അപ്പോൾ ഇനി കപ്പ വേവിക്കണം എന്നൊക്കെ പറഞ്ഞു. കപ്പ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. അമ്മയും പോകുന്നുണ്ട്, ചേട്ടനും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടി ആയതുകൊണ്ട് സാധനങ്ങൾ മേടിച്ചാലും തൂക്കിയിടാനൊക്കെ പാടായതുകൊണ്ട് ഒരാൾ കൂടെ വേണം കേട്ടോ.
അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചു. അപ്പോൾ പുളിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് 1/2 കിലോ ഞാൻ തോന്നുള്ളൂ, ഒരു 3-4 അയലേ ഉള്ളൂ. അപ്പോൾ അത് വേണ്ട നമ്മൾ കറി വെക്കാനായിട്ട് അമ്മ എല്ലാം വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ചേട്ടൻ കടയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറി, തക്കാളി, ഏത്തപ്പഴമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും പോയി ക്യാബേജ് മേടിച്ചിട്ട് വന്നു കേട്ടോ. എന്തിനാ നിർത്തില്ല, ക്യാബേജ് പ്രാന്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അമ്പാടിയാണെങ്കിൽ ഏത്തപ്പഴം കണ്ടപ്പോഴേ വന്നു വേണം എന്ന് പറയും. പേരൊന്നും അറിയത്തില്ല, പക്ഷേ ഇത് നന്നായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ, ഒരു കടി കൊള്ളുന്നില്ല. അപ്പോൾ പുള്ളി ഏതായാലും അതുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് കുറേ നാൾ കൂടിയിട്ടാണ്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷത്തിനിടയ്ക്ക് ഒരു തവണ ഇവിടെ കൂർക്ക മേടിച്ചിട്ടുള്ളൂ. ഇത് 2ാമത്തെ തവണയാണ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ മീനിൻ്റെ അകത്തുനിന്ന് ഒരു 3 പീസ് അധികം മുള്ളില്ലാത്ത എടുത്തിട്ട് ശകലം കുരുമുളകും ഉപ്പും ഇച്ചിരിയേറെ മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഇവർക്ക് എരിവില്ലാതെ വറുത്ത് കൊടുത്താലോ എന്ന് വിചാരിച്ചു. വറക്കുമല്ല, ജസ്റ്റ് ഒന്ന് വെന്ത് ഒന്ന് മുരിഞ്ഞ് ചെറുതായിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കറി വെച്ചാൽ എരിവായതുകൊണ്ട് 2 പേരും കഴിക്കത്തില്ല. അപ്പോഴത്തേനും അതൊക്കെ ഞാൻ പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മുടെ കപ്പ പൊളിച്ചാലോ. അപ്പം ഞാൻ കപ്പ ഇങ്ങനെ നമ്മുടെ ഇതിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടായുടെ ചെരുപ്പ് ഇട്ടുകൊണ്ട് അമ്പാടി നടക്കുവാണ്, ഇനി എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അത് ഞാൻ ചായപ്പിലിരുന്നുകൊണ്ട് നമ്മളിങ്ങനത്തെ ക്ലീനിങ്, പൊളിക്കുന്നത്, അരിയുന്നത് കാര്യങ്ങളൊക്കെ ചായപ്പിലാണ്, അകത്ത് കയറ്റാൻ അമ്മ അങ്ങനെ സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മൾ എല്ലാം ചായപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യും. ഇവിടെ എല്ലാവരും കപ്പയ്ക്ക് ചീനി എന്നാണ് പറയുന്നത്, നമ്മൾ കറുകച്ചാൽ കോട്ടയംകാർ കപ്പ എന്നാണ് പറയുന്നത്. ഇവിടെ ചീനി, മരച്ചീനി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ നന്നായിട്ട് 2-3 തവണ കഴുകി കല്ലും മണ്ണും ചെളിയും ഒന്നും ഇല്ലാതെ കഴുകി എടുക്കുകയാണ്. ഇനി നമുക്ക് കലത്തിയിട്ട് അടുപ്പേ വെക്കാൻ ഇവന്മാർ സമ്മതിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഗ്യാസിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ അടുപ്പേ വെക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അമ്മ മീൻകറിയൊക്കെ റെഡിയാക്കിയിട്ട് ജോലിക്ക് പോയിട്ടുണ്ട്. അച്ഛനും ഇവിടെ കണ്ടൊക്കെ പോയി. അപ്പോൾ ചേട്ടനും ഞാനും മക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കൊഴുത്ത ചാറൊക്കെ ആയിട്ട് അടിപൊളി. എൻ്റെ മീൻകറിയോട്ട് ആർക്കും വലിയ താല്പര്യമില്ല കേട്ടോ. എൻ്റെ പൊട്ടക്കണ്ണൻ്റെ മാവേലറ് പോലെയാണ്, ഒത്താലൊത്തു. പക്ഷേ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് അമ്മയുടെ മീൻകറിയൊക്കെ ഇവിടെ ഫാൻസ് അധികമാണ്. ചേട്ടൻ്റെ ഓഫീസിലും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ അയലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ നമ്മുടെ ഇരുമ്പ് തവ അത് വെച്ചിട്ട് മീൻ വറക്കാനായിട്ട് ഇട്ടു. ശകലം എണ്ണ ഇച്ചിരി കൂടുതലാണോ എന്നൊരു ഡൗട്ട്, എടുത്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ 3 കഷ്ണം ഇട്ട് ശകലം കറിവേപ്പിലൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്നും മുരിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് മീനൊന്ന് വെന്ത കിട്ടിയാൽ മതി. കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് വേവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന് ഞാൻ തേങ്ങ പൊതിച്ചതായിരുന്നു, എന്നാൽ അതിൻ്റെ എന്തോ സംഭവം പോലെയൊക്കെ ഇരിക്കും, തലഭാഗത്തൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാനത് കൈ കൊണ്ട് പറിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ അരുവ വെച്ച് വെട്ടി. ഈ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ ഫോൺ എങ്ങനെ വെച്ചേക്കുന്നത് നിങ്ങൾക്കറിയത്തില്ല, എൻ്റെ കഷ്ടപ്പാട്. ഫോൺ എങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്ന്. അപ്പോൾ തേങ്ങ പൊതിക്കാൻ എനിക്ക് കുറച്ച് പാടാണ്, എന്നാലും ചെയ്യും കേട്ടോ. തേങ്ങ വെള്ളമൊക്കെ എടുത്തും അങ്ങനെ. അപ്പോഴത്തേക്കും ഞാൻ മീൻ വറക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ പൊതിക്കുമ്പോഴത്തേക്കും കപ്പയ്ക്ക് ചേർക്കാനായിരുന്നു കേട്ടോ തേങ്ങ. അപ്പോൾ അതുകൊണ്ട് ഓരോ പീസായിട്ട് എടുക്കുകയാണ്. ഇത് അവന്മാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 2 പീസ് നമ്മുടെ അമ്പാടിയും കഴിച്ചു, 1 പീസ് സിദ്ധാർത്ഥം കഴിച്ചു കേട്ടോ. സിദ്ധാർത്ഥം ഇങ്ങനെ പൊതുവെ ഇപ്പം മീൻ വലുതായിട്ട് കഴിക്കാറില്ല, ചാറ് മാത്രം മതി. ഏതായാലും കഴിച്ചു കേട്ടോ. അവന്മാർക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രുചി ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്പാടി വീണ്ടും ചോദിച്ച് മേടിച്ചു. കൊണ്ടുവന്ന ഉടനെ ഇങ്ങനെ മണക്കുന്നു. അവന് മണമാണ് അവൻ്റെ മീൻ. മണത്ത് നോക്കുമ്പോൾ തന്നെ അവന് ഇഷ്ടപ്പെട്ടെങ്കിൽ അവന് വലിയ സന്തോഷമാണ്. അപ്പോൾ കണ്ടോ, പുറം ജസ്റ്റ് ആ തൊലി ഒന്നിങ്ങനെ ഒക്കെ നിറം മാറിയെന്നേ ഉള്ളൂ, അകം അങ്ങനെ അങ്ങ് മുരിഞ്ഞിട്ടില്ല. കുഞ്ഞല്ലേ, കഴിക്കണ്ടേ. അപ്പം അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുള്ളി ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ചോറ് ചിലപ്പോഴേ എൻ്റെ കൂട്ടത്തിൽ കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ സിദ്ധാർത്ഥം വന്നിട്ട് അവനും വേണമെന്നൊക്കെ പറഞ്ഞു. പുള്ളി വലിയ താല്പര്യം ഇല്ലാത്തതാണ്, പിന്നെ അനീച്ചാർ കഴിക്കുന്ന കണ്ടുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇവർ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടി എടുക്കുവാണ്. ഇവിടെയൊക്കെ അമ്മയാണെങ്കിൽ കപ്പ വേവിക്കുക, 2 വെളുത്തുള്ളി ചായച്ചിട്ട് കറിവേപ്പില, ഉപ്പ്, ശകലം മഞ്ഞൾപ്പൊടി ഇടുക, അത്രേ പരിപാടിയുള്ളൂ. പക്ഷേ നമ്മളവിടോട്ട് ഇങ്ങനെ തേങ്ങാപ്പീരയൊക്കെ ഇടും കേട്ടോ. അതൊന്ന് കല്ലി വെച്ച് ചതച്ച് അതിനെ ഒരു ഗുമ്മുള്ളൂ. ഞാൻ അതേ സ്റ്റൈലിലാണ് കേട്ടോ ഇവിടെ വെക്കുന്നത്. അപ്പോൾ എനിക്കിതാണ് ഭയങ്കര ഇഷ്ടം, ചേട്ടനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടന് കപ്പ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും. അപ്പോൾ ചേട്ടന് ഷുഗറിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ അധികം കപ്പ വേവിക്കാറില്ല. എന്നാലും പുള്ളിക്കൊരു കൊതി തോന്നുമ്പോൾ നമ്മൾ മേടിക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല കേട്ടോ, സൂപ്പറായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ഞാൻ കപ്പ വന്നിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ചോറ് ഉണ്ടിട്ടേക്കില്ല, കപ്പ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേട്ടന് ഒരു 1:30 ആയപ്പോഴത്തേനും കപ്പയും മീനും കൊടുത്തു. അപ്പോൾ ചോറില്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചോറും കപ്പയും കൂടെ വേണ്ടല്ലോ, ഷുഗർ ഉള്ളതുകൊണ്ട് പിന്നെ ഒരെണ്ണമേ കൊടുത്തുള്ളൂ. അപ്പോഴത്തേനും അമ്മ അതിൻ്റെ കടയിൽ പോയിട്ട് വന്നിട്ട് 2 പാക്കറ്റ് കാപ്പിപ്പൊടി, വെളിച്ചെണ്ണ, തേയില, പഞ്ചസാര, ഗോതമ്പ് പൊടി, നമുക്കിവിടെ മസ്റ്റ് സാധനമാണ് ഗോതമ്പ് പൊടി, എല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബുക്കൊക്കെ ഉണ്ട്, ഇങ്ങനെ പറ്റ് ബുക്കൊക്കെ നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ട് പിന്നെ സാധനം മേടിക്കുന്നു, പിന്നെ കൊടുക്കുന്നു, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്, വർഷങ്ങളായിട്ടുള്ളതാണ്.
അല്ല നമ്മൾ ഇടയ്ക്കൊന്നും അങ്ങനെ പോയി മേടിക്കത്തില്ല, ഒരുമിച്ച് ഇങ്ങനെ ബുക്കിൽ എഴുതിയിട്ട് മേടിക്കുകയാണ്. അപ്പം കോൾഗേറ്റിൻ്റെ ഒരു പേസ്റ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേണ്ട ഇവിടെ ഭയങ്കര വരയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. ചേട്ടൻ ഇന്ന് വന്നപ്പോഴും പുതിയത് ഡ്രോയിങ്ങിൻ്റെ ബുക്ക് മേടിച്ചുകൊണ്ട് വന്ന്, പുതിയ വാട്ടർ കളർ ഏതാണ്ട് സംഭവങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്. ഇവന് ഇപ്പം ക്രിസ്മസ് പരീക്ഷയ്ക്ക് വല്ലതും പഠിച്ചോന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്കറിയത്തില്ല. വര തന്നെ വര, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, എന്ന് വരയോട് വരയ, എല്ലാം നന്നായിട്ട് എഴുതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ചേട്ടൻ കടയിൽ നിന്ന് വന്നപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു ക്രീം ബണ്ണ്, നീളത്തിൽ ഇരിക്കുന്ന ഒരു ക്രീം ബണ്ണ് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ ബൂസ്റ്റ്, നമുക്ക് കുപ്പി കിട്ടുന്ന അതേ ബൂസ്റ്റിൻ്റെ അളവ് തന്നെയാണ്, പക്ഷേ കുപ്പിയും മേടിക്കുന്നതിനാണ് കേട്ടോ, കുപ്പിയുള്ളതിനാണ് വില കൂടുതൽ, കവറിലുള്ളതിന് വില കുറവാണ്, പക്ഷേ സെയിം അളവാണ് ഇതിന്. പിന്നെ ഒരു പാക്കറ്റ് മിക്സറൊക്കെ മേടിച്ചു. പിന്നെ അതേണ്ട ഈ ഒരു മധുരമുള്ള ഇങ്ങനെ കൊമ്പ് പോലെ ഇരിക്കുന്ന സാധനം, അതിന് കവർ കണ്ടിട്ട് ഇച്ചിരി പഴക്കമുള്ള കവറൊക്കെ പോലെ ഉണ്ട്. ഡേറ്റ് നോക്കിയപ്പം ഡിസംബർ 26 27 അങ്ങനെ കണ്ടൊക്കെയാണ്. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. കവർ കണ്ട പക്ഷേ കുറച്ച് നാൾ ഇരുന്ന പോലെയൊക്കെ തോന്നും. വലിയ ടേസ്റ്റൊന്നുമില്ല, മധുരവും എന്തൊക്കെയോ പോലെ ഇരിക്കും. അപ്പോൾ പിന്നെ രണ്ട് പുള്ളി നല്ല ചൂടായിട്ട് നമ്മുടെ ഏത്തക്കാപ്പം കൊണ്ടുവന്നു കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ, നല്ല മുരിഞ്ഞൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, രാവിലെ തൊട്ട് മഴക്കാർ വന്നിട്ട് ഇങ്ങനെ ചാറ്റലായിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോഴത്തെ ഈ മഴ പെയ്യാനും തുടങ്ങി. ഒരു വൃത്തികെട്ട കാലാവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം, നമുക്കൊരു മൂടൊന്നുമില്ല. അപ്പോൾ ഞാൻ പല്ല് തേച്ചിട്ട് വന്നിട്ട് കഴിക്കുകയാണ്, കപ്പയാണ്. ആസ്വദിച്ച് കഴിയും. എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കപ്പ എനിക്ക് ചക്ക വേവിച്ചൊന്നും ഇഷ്ടമല്ല, പക്ഷേ കപ്പ വേവിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ടി വി കാണുമോ അല്ലെങ്കിൽ ഫോൺ നോക്കുകയോ ചെയ്യണം കേട്ടോ ഫുഡ് കഴിക്കുമ്പോൾ. എന്താ തരത്തിൽ അതൊരു ശീലമാണ്. പണ്ടൊക്കെയാണ് വായിച്ചുകൊണ്ട് കഴിക്കണമായിരുന്നു, പക്ഷേ ഇപ്പം അത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തുണി അലക്കിയിട്ടു. അപ്പോൾ ചേട്ടൻ വഴക്ക് പറഞ്ഞു, മഴയത്തെ തുണി അലക്കുന്ന പുള്ളിക്ക് ഇഷ്ടമേ അല്ല, പക്ഷേ ഉണങ്ങിയ സാധനവും വേണം. അപ്പം പുള്ളി ഉറങ്ങിക്കിടക്കും. അപ്പം വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് തോർത്ത് വേണം, പക്ഷേ ഉണങ്ങിയ തോർത്തില്ല. അപ്പം ഞാൻ പിടിച്ച് തേപ്പൊട്ടി വെച്ച് തേക്കുക. ഇപ്പോൾ എണീറ്റ് വരുമ്പോൾ കുളിക്കാൻ തോർത്ത് ചോദിക്കുമ്പോൾ ഉണങ്ങിയ തോർത്തില്ലെന്നുണ്ടെങ്കിൽ എന്നെ കൊന്ന് കുഴിച്ച് മൂടും ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തേച്ച് ഞാൻ ഉണക്കി 10 മിനിറ്റ് കൊണ്ട് നല്ല പടപടാന്ന് ഉണങ്ങി പപ്പടം പോലാക്കി മടക്കി ഞാൻ വെച്ച്. എനിക്ക് സത്യം പറഞ്ഞാൽ പേടി കേട്ടോ, നനഞ്ഞ തോർത്ത് കൊടുത്താൽ പിന്നെ ഇവിടെ എന്നെ ശരിയാക്കുമെന്ന് വെച്ചാൽ പുള്ളി അങ്ങ് പിണങ്ങും, സീരിയസ് ആകും. ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചൂടാവും, പിന്നെ എനിക്കങ്ങ് വിഷമമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ തേച്ചങ്ങനെ ആക്കി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഗോതമ്പ് പൊടി എടുക്കുകയാണ് വൈകിട്ട് ഫുഡ് കൊണ്ടുപോകാനായിട്ട്. ചപ്പാത്തിയാണിന്ന്, പ്രത്യേകിച്ചൊന്നുമില്ല, എന്നും ചപ്പാത്തിയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജഗ്ഗ് കൊണ്ടുവന്ന് വെച്ചിട്ട് ജഗ്ഗിൻ്റെ മണ്ടയ്ക്ക് ഫോൺ എങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്, എന്നാലും പാത്രത്തിൻ്റെ പകുതിയേ കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ മടുത്ത് കേട്ടോ, എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ മടുത്ത്. എനിക്ക് ചപ്പാത്തി എന്ന് കേൾക്കുമ്പോഴേ ഇപ്പം മടുപ്പാണ്. രാവിലെ മിക്ക ദിവസം ഉണ്ടാക്കും, വൈകിട്ടും എപ്പോഴും വൈകിട്ട് ചപ്പാത്തിയാണ്. പുള്ളി ഡ്യൂട്ടി ഇല്ലേലും ഉണ്ടേലും എല്ലാം. അപ്പോൾ എന്തോ മനസ്സങ്ങ് എന്തോ പോലെ ഇഷ്ടമല്ല എനിക്ക് ചപ്പാത്തി. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ കുഴച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൂസ്റ്റ് ഇടാനുള്ള കുപ്പി നമ്മൾ കഴുകി ഉണക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നീളമില്ല, എന്നാൽ കുറച്ച് വീതിയുള്ള ഏലാതിയുടെ കുപ്പി കേട്ടോ. അപ്പം ഞാൻ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടുവാണ്. നമ്മുടെ കുപ്പിയും മേടിക്കുന്ന ബൂസ്റ്റിൻ്റെ സെയിം അളവ് തന്നെയാണ്, പക്ഷേ വില കുറവാണ് കേട്ടോ അതിനെ അപേക്ഷിച്ച്. കുപ്പിയുടെ പൈസയും കൂടെ അവിടെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ കുപ്പിയിലിട്ടിട്ട് അതിലേക്ക് സെപ്പറേറ്റ് സ്പൂൺ ഇടാമല്ലോ. അപ്പം ഞാനത് അടച്ചുകൊണ്ട് വെച്ചു. അത് കഴിഞ്ഞ് അച്ചാച്ചൻ എണ്ണീറ്റ് കുളിക്കാനൊക്കെ പോയി. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ചുമ്മാ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത്. മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ സമയത്തും. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, രാവിലെ തൊട്ടും അടിപൊളി മഴയാണ്, അടിപൊളി. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു, നമ്മളെ അങ്ങ് മടുപ്പിക്കുന്നൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ 2 വില്ലന്മാരും കൂടെ അയ്യോ, ഇനി ക്രിസ്മസ് അവധി എങ്ങനെ ഞാൻ ഇവരെ കൊണ്ട് എങ്ങനെ അതിജീവനത്തിൻ്റെ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ക്രിസ്മസ് അവധിയുടെ സമയത്ത് പൊരിഞ്ഞടി എന്ന് വെച്ചാൽ പൊരിഞ്ഞടിയാണ്. അങ്ങനെ തന്നെ പെട്ടെന്ന് പോയി ചപ്പാത്തിയെല്ലാം പരത്തി പടപടാന്ന് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇന്നൊരു 8-9 ചപ്പാത്തി. കനം കുറവായതുകൊണ്ട് നമ്മൾ കൂടുതൽ എണ്ണ വെച്ചാലും കുഴപ്പമില്ല. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവർ ഷെയർ ചെയ്തൊക്കെ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും അങ്ങ് കഴിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ഞാൻ പാൽ തിളപ്പിച്ചിട്ട് ശകലം ബൂസ്റ്റ് ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട്. അപ്പോൾ നമ്മൾ സിദ്ധാർത്ഥത്തിന് കുറച്ച് കടുപ്പം വേണം. ബൂസ്റ്റ് ഇടുമ്പോൾ ഇച്ചിരി മുന്നിട്ട് ബൂസ്റ്റ് നിൽക്കുകയാണെങ്കിലേ കുടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കുടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡിയായി. ഞാൻ ഇനി പാക്കിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിലല്ല, നമ്മുടെ ഈ ചോറ്റുപാത്രത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നായിട്ട് മടക്കി ഞാൻ വെക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, ഇതിൽ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ മടക്കി വെക്കും കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് മടക്കാനുള്ളത് ടെൻഡൻസി വരും. അപ്പോൾ അതുകൊണ്ട് ഓരോന്നായിട്ട് മടക്കി എല്ലാം റെഡിയാക്കി വെച്ചു.
അപ്പോൾ ഇന്ന് നമ്മൾ ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പുള്ളിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇവിടെ അങ്ങനെ അധികം പിള്ളേർ തോരൻ കൂട്ടത്തില്ല. ഇച്ചാപ്പി തോന്നിയാലേ ഉള്ളൂ, അച്ഛനൊന്നും കൂട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ, കൊടുത്തു വിടാമല്ലോ എന്ന് വിചാരിച്ച് ഉച്ച കഴിഞ്ഞ് ഒന്നുകൂടെ എടുത്ത് ചൂടാക്കി. അപ്പോൾ ഇതിന് നമ്മുടെ മീൻകറി ഇത്രയാണ്. മീൻകറിയും തോരനും ചപ്പാത്തിയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇതിന് ഓരോന്നായിട്ട് നമ്മൾ പാഴ്സലാക്കിയിട്ടുണ്ട്. തോരൻ നമ്മൾ ഇതേണ്ടി ഈ പ്ലാസ്റ്റിക് കവർ, നമ്മൾ ഫുഡ് കൊണ്ടുപോകുന്ന കവറുണ്ടല്ലോ, ആ എല്ലാം സെറ്റാക്കി ഇതിൻ്റെ എടുത്ത് വെച്ചു. മഴയാണ് കേട്ടോ, പുള്ളി എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല, ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ആണ്. അപ്പോൾ ഇതിന് നമ്മുടെ കള്ളിപ്പൂച്ച, ഈ പൂച്ച നമ്മുടെ നിലവിളക്ക് മറിച്ചിട്ടിട്ട് എണ്ണയും തീരിയൊക്കെ കഴിക്കും കേട്ടോ, ഞാൻ പറപ്പിക്കും ഇവിടുന്ന് കള്ളിപ്പൂച്ച. അപ്പോൾ ഈ മഴയാണ്. അപ്പോൾ അച്ചാച്ചൻ പോകുമ്പോൾ ടാറ്റ കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതേണ്ട നമ്മുടെ അച്ചാച്ചൻ പോകുന്നു. അപ്പോൾ ഇന്നിനി കലിപ്പ കേട്ടോ, ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മഴയാണെങ്കിൽ പുള്ളിക്ക് ഭയങ്കര ദേഷ്യം. അവിടെ പോയാൽ ഈ മഴയാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ട്രിപ്പാവുമല്ലോ, അപ്പം എങ്ങും ഇരിക്കാനൊന്നും പറ്റത്തില്ല, പണിയൊക്കെ ആയതുകൊണ്ട് അങ്ങ് ഭയങ്കര കലിപ്പാണ്. അപ്പോൾ അതുണ്ട് ചേട്ടൻ പോയി, വിളക്കൊക്കെ കത്തിച്ചു, നമ്മുടെ സന്ധ്യക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്കിനി അരയ്ക്കാനുണ്ട് കേട്ടോ. ഉഴുന്നും പച്ചരിയൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ടേക്കുന്നു. എന്നും ഗോതമ്പ് നമ്മൾ മടുത്ത് മാറ്റിപ്പിടിക്കാം, ഇഡലിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ വൈകുന്നേരം രാവിലത്തെ വര ഇങ്ങനെയാണ് അവസാനിച്ചത്. എല്ലാം കളറൊക്കെ അടിച്ചു, മഴവില്ല, മരം, തെങ്ങ്, സൂര്യൻ, അത് ഇത് പെണ്ണ്, പിന്നെന്തുവാ ഗേള്, അവൻ പറഞ്ഞു ഗേള്. പിന്നെ നമ്മുടെ എന്തുവാ ആ സംഭവത്തിൻ്റെ പേര്, ആകാശത്തേക്ക് വിടുന്ന ആ റോക്കറ്റ് പോലെ എന്തോ സംഭവമൊക്കെ വരച്ച് മരിക്കുക. എനിക്കറിയത്തില്ല എന്താണെന്ന്, വരയോട് അങ്ങ് പരീക്ഷ കഴിയട്ടെ, റിസൾട്ട് വരട്ടെ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ചുമ്മാ പേടിപ്പിക്കുന്ന കേട്ടോ, അവൻ തോറ്റാലും ജയിച്ചാലും ഒന്നുമില്ല, കൊച്ചു കുഞ്ഞല്ലേ, ഇന്ന് പഠിക്കും നാളെ പഠിക്കും അത്രയേ ഉള്ളൂ. ഞാൻ ചുമ്മാ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാർട്ടൂണൊക്കെ വെച്ചിട്ടുണ്ട്. അവർ തമ്മിൽ അവരെന്താണ്ട് അരിയുക, എനിക്ക് തോന്നുന്നു കൂർക്ക ചിരണ്ട് പോകാൻ തോന്നുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി. അതെ കൂർക്ക ചിരണ്ട്. അപ്പം അനീച്ചാർ പോയി അമ്മൂമ്മയുടെ മടി ഇരുന്നുകൊണ്ട് കൂർക്ക ചിരണ്ടുന്നത് ഇങ്ങനെ എന്താ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു മോനെ ഒരു ടാറ്റ തരാൻ പറഞ്ഞപ്പോഴത്തേനും ടാറ്റ തരുവാണ്. അപ്പം ഇനി ഞങ്ങളുടെ സമയമാണ്, കുറച്ച് നേരം ടി വി കാണുക, ഗുസ്തി ഇടുക, കയറി കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഞാൻ വയറ് നിറച്ച് ഫുഡ് കൊടുത്തു കേട്ടോ, മീനൊക്കെ കൂടി നന്നായിട്ട് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവർ എന്താണ് ഏതോ ഒരു സിനിമ, ഏത് സിനിമയാണ് ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു ഇംഗ്ലീഷ് സിനിമ കേട്ടോ, അത് വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതേ ഞാൻ ഇന്ന് ഉച്ചയ്ക്കും ചോറുണ്ടില്ല, രാത്രിയിലും ചോറുണ്ടില്ല. എനിക്ക് കപ്പ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ അതുണ്ട് കപ്പയും ഒരു കഷ്ണം അയലക്കറിയും ഒരു കഷ്ണം മോതയുടെ കറിയും എടുത്തു. അപ്പോഴത്തേക്കും ഞാൻ കഴിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞ് ഇളയാളെ ഉറക്കി, ഷീറ്റൊന്നും വിരിക്കാൻ സമ്മതിച്ചില്ല, അതിൻ്റെ ഇപ്പുറം കയറി കിടന്ന് ഉറങ്ങി. അപ്പോൾ അവന് പുതയ്ക്കുന്ന ഇഷ്ടമേ അല്ല കേട്ടോ, വന്നാലും അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ പുതപ്പിക്കുമല്ലോ നമ്മളങ്ങനെയാണ്. പക്ഷേ അവൻ ഇച്ചിരിയിലും ബോധം വരുവാണെങ്കിൽ എടുത്ത് ഊരക്കളി. അപ്പോൾ അതേണ്ട് മൂത്ത ആളിങ്ങനെ ഞങ്ങൾ നിലത്ത് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവൻ ഉണരുവാണെങ്കിൽ പിന്നെ ഞങ്ങൾ കൂടെ വന്ന് കിടന്നോളൂ. 3 പേർ കൂടെ കട്ടിലേ കിടക്കാൻ ഇങ്ങനെ തിങ്ങി ഞെരിഞ്ഞ് കിടക്കണം, അത് കാരണം ഞങ്ങൾ താഴെ കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേണ്ട എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് കയറി കിടന്നാൽ മതി. അപ്പോൾ ഈ പുസാണ്ടൻ കരഞ്ഞ് വന്ന് അമ്മയോട് രാത്രിക്ക് വീണ്ടും ചോറ് മേടിച്ചു. അപ്പോൾ പുസാണ്ടൻ്റെ മോനാണോ മോളാണോ എന്നറിയത്തില്ല, സെയിം പുസാണ്ടനെ പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അത് വന്നിരിക്കുകയാണ്. അപ്പം പുസാണ്ടൻ്റെ കുഞ്ഞായതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു അവനെ ഇറക്കിയൊന്നും വിടണ്ട, അവിടെ ഇരുന്നോട്ടെ. ഞാനും പറഞ്ഞു ഓക്കെ കുഞ്ഞിപ്പൂച്ചയല്ലേ എന്ന്. പക്ഷേ രാവിലെ വരുമ്പം അടുപ്പിന് ചുറ്റും അപ്പിയിടുക, മൂത്രം ഒഴിച്ച് വെക്കുക. എനിക്കിതുപോലെ മഹാ അരിച്ചുള്ള കാര്യമില്ല, പറപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.